ഓം ശ്രീരാമചന്ദ്രായ നമ. എല്ലാ സജ്ജനങ്ങൾക്കും വിനീതമായ നമസ്കാരം. ഇന്ന് ശ്രീ വാൽമീകി രാമായണം കിഷ്കിന്ധാകാന്ഡത്തിലെ 22ാമത്തെ സർഗമാണ് വ്യാഖ്യാനിക്കുന്നത്. ബാലയുടെ മരണമാണ് ഇതിലെ പ്രതിപാദ്യം. വീക്ഷമാടസ്തു മന്ദാസു സർവതോ മന്ദമുശ്വസൻ ആദാവേവത് സുഗ്രീവം തദർശാനുചമഗ്രത. മരിക്കാറായ ബാലി ബെല്ലെ നിശ്വസിച്ചുകൊണ്ട് നാലുപാടും നോക്കിയപ്പോൾ ആദ്യം തന്നെ മുന്നിൽ നിന്നിരുന്ന അനുജരായിരിക്കുന്ന സുഗ്രീവനെ കണ്ടു. കപീശ്വരനായിരിക്കുന്ന ബാലി വിജയം നേടിയ ആ സുഗ്രീവനെ വിളിച്ച് അഭാഷ്യ വ്യക്തയാ വാച സസ്നേഹമിതബ്രവീൽ, വ്യക്തമായിരിക്കുന്ന വാക്കുകളാൽ സ്നേഹപൂർവം ഇങ്ങനെ പറയുകയുണ്ടായി. സുഗ്രീവ ദോഷേണ നമാം ഗന്ധുമർഹസി കൽപിഷാൽ ദൃശ്യമാണം ഭവിഷ്യേണ ബുദ്ധിമോഹേന മാമ്പലാൽ. നീ ദ്രോഹങ്ങളോർത്ത് എൻ്റെ പേരിൽ കുറ്റം കരുതരുത്. ഞാൻ ഭവിഷ്യത്താല് വിമോഹത്തിന്റെ വലയിൽ പെട്ടുപോയി. ഉണ്ണി, നമുക്ക് ഇരുവർക്കും സഹോദരയുക്തമായ സൗഹാർദ്ദവും സുഖവും ഒരുമിച്ച് വിധിച്ചിട്ടില്ല. അതുകൊണ്ട് ഇത് മറ്റൊരു മട്ടിലാവില്ലല്ലോ. വനചരന്മാരുടെ ഈ രാജ്യത്തെ നീ ഇപ്പോൾ തന്നെ ഏറ്റ് വാങ്ങുക. ഞാനിപ്പോൾ ഹിമാലയത്തിലേക്ക് പോകുമെന്ന് നീ മനസ്സിലാക്കുക. ജീവിതം ചകിരാജ്യം ചാശ്രിയം ച വിപുലാമിമാ പ്രജഹാമ്യേഷദ്വൈതൂർണം മകച്ചാഗർഹിതം യശ. ഞാനിതാ ജീവിതവും രാജ്യവും ഈ വിശാലമായിരിക്കുന്ന സമൃദ്ധിയും വിപുലവും അനിന്ദിതവുമായിരിക്കുന്ന സൽകീർത്തിയും എല്ലാം വേഗം വെടിയുകയാണ്. ഈ അവസ്ഥയിലുള്ള ഞാൻ പറയുന്ന കാര്യം ദുഷ്കരമായാലും അല്ലയോ രാജാവേ, അങ്ങ് ചെയ്യണം. സുഖാർഹനും സുഖസമൃദ്ധനും അബാലിശ്വരും ബാലനുമായ ഈ അംഗദൻ കണ്ണുനീരാണ്ട് നിലത്ത് വീണത് നീ നോക്കുക. മമ പ്രാണൈ പ്രിയതരം പുത്ര പുത്രമിവ ഊരസം. ഞാൻ പിരിഞ്ഞ എൻ്റെ പ്രാണാതിപ്രിയനായിരിക്കുന്ന പുത്രനെ നീ ഔരസപുത്രനെ പോലെ എല്ലാം കൊടുത്ത് സർവദാ പരിപാലയ, സംരക്ഷിക്കണം. ലവകേശ്വര, എന്നെപ്പോലെ ഇവന് ദാതാവും എങ്ങും സംരക്ഷകനും ഭയങ്ങളിൽ അഭയത്തിനുമാകേണ്ടത് നീ തന്നെയാണ്. യേശ താരാത്മജ ശ്രീമാം സ്ത്വയാ തുല്യപരാക്രമ രക്ഷസാം തുവധേ തേഷാമഗ്രതസ്ഥേ ഭവിഷ്യതി. ശ്രീമാനായിരിക്കുന്ന ഈ താരാതനയൻ നിന്നെപ്പോലെ പരാക്രമി തന്നെയാണ്. രാക്ഷസന്മാരെ കൊല്ലാൻ നിന്റെ മുന്നണിയിൽ അവൻ നിൽക്കും. അനുരൂപാണി കർമാണി വിക്രമ്യ ബലവാന്റണേ. ശക്തിശാലിയും തേജസ്വിയും തരുണനും താരേയനുമായിരിക്കുന്ന ഈ അംഗദൻ ഒരു പരാക്രമത്തോടെ തനിക്ക് ചേർന്ന പ്രവൃത്തികൾ ചെയ്യും. സുഷേണപുത്രിയായ ഇവള് സൂക്ഷ്മാർത്ഥ നിശ്ചയത്തിലും വിവിധ നിമിത്ത വിഷയജ്ഞാനങ്ങളിലും അത്യന്തം സമർത്ഥയാണ്. ഇവൾ നല്ലത് എന്ന് പറയുന്ന കാര്യം സംശയമില്ലാതെ ചെയ്യാം. താരയുടെ അഭിമതങ്ങളൊന്നും തെറ്റായി പോകാറില്ല. രാഘവസ്യ സതേ കാര്യം കർത്തവ്യം അവിശങ്ക്യ. രാമന്റെ കാര്യവും നീ മടികൂടാതെ ചെയ്യണം. ചെയ്തില്ലെങ്കിൽ അത് അധർമ്മമാണ്. അമാനിതനായാൽ അദ്ദേഹം നിന്നെ നിഗ്രഹിച്ചു എന്നും വരും. സുഗ്രീവ, ദിവ്യമായിരിക്കുന്ന ഈ പൊന്മാല നീ ഇട്ടുകൊള്ളുക. ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള ഐശ്വര്യലക്ഷ്മി വിട്ടുപോകും. ഇത്യേവമുക്ത സുഗ്രീവോ ബാലിനാ ഭ്രാതൃ സൗഹൃദാൽ ഹർഷം ത്യക്ത്വാ പുനർദീനോ ഗൃഹഗ്രസ്ത ഇവോടുരാട്. ബാലി ഇങ്ങനെ സഹോദര സ്നേഹത്തോടെ പറയുമ്പോൾ സുഗ്രീവൻ രാഹുഗ്രസ്തനായിരിക്കുന്ന ചന്ദ്രനെ പോലെ സന്തോഷമറ്റുകൊണ്ട് ദീനനായിട്ട് മാറി. ബാലി പറഞ്ഞത് കേട്ട് ശമം പൂണ്ട് അവൻ വേണ്ടതെല്ലാം ചെയ്യുന്നതിനായി മടിയില്ലാതെ അനുവാദപൂർവം ആ പൊന്മാല വാങ്ങി. ആസന്ന മരണനായിരിക്കുന്ന ആ ബാലി തെത്വാ ബാലി ദൃഷ്ട്വാത്മജം സ്ഥിതം. പൊന്മാല കൊടുത്തിട്ട് അടുത്ത് വന്നിരിക്കുന്ന അത്ഭുതനായിരിക്കുന്ന അംഗത്തിനെ നോക്കി സ്നേഹത്തോടു കൂടിയിട്ട് പറഞ്ഞു, ദേശകാലോപജസ്വാദ്യ ക്ഷമമാണ് പ്രിയാപ്രിയൈ. നീ ദേശകാലങ്ങളോർത്ത് ഇഷ്ടാനിഷ്ടങ്ങൾ പൊറുക്കണം. കാലാനുസൃതമായി സുഖദുഃഖങ്ങൾ സഹിച്ച് സുഗ്രീവന് കീഴിൽ നിൽക്കണം. മഹാബാഹോ, ഞാൻ നിന്നെ എന്നും പരിലാളിച്ചിരുന്നു. ഇനി അങ്ങനെ ഇരുന്നാൽ നിന്നെ സുഗ്രീവൻ ബഹുമാനിക്കുകയില്ല. നീയും എൻ്റെ ശത്രുക്കളുടെ മിത്രങ്ങളോടോ ചേരരുത്. അരിന്തമാ,
നീ സ്വാമിയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ച് ദാന്തനായി സുഗ്രീവന് അധീനനായിട്ട് നിൽക്കുക. ആരെയും അത്യധികം സ്നേഹിക്കരുത്, സ്നേഹമില്ലാതെ ആവുകയും അരുത്. രണ്ടും വലിയ ദോഷം ചെയ്യും. അതുകൊണ്ട് നീ നടുനിലയിൽ നിൽക്കുക. ശരപീഡിതനായിരിക്കുന്ന അവൻ ഇങ്ങനെ പറഞ്ഞ് കണ്ണുകൾ വട്ടം ചുരുട്ടിക്കൊണ്ട് ഘോരങ്ങളായിരിക്കുന്ന ദഷ്ടങ്ങൾ തുറന്ന് ജീവൻ വെടിഞ്ഞു. നാരായണ നാരായണ. അവിടെയുള്ള ഹരിയൂതപരായിരിക്കുന്ന വാഴസത്തവന്മാരെല്ലാം അപ്പോൾ പരിദേവയമാനാസ്തേ സർവേ പ്രഭകസത്തമാഹ, അവരെല്ലാവരും നിലവിളിക്കാനായിട്ട് തുടങ്ങി. വാരണാധിപൻ സ്വർഗം പോകിയപ്പോൾ കിഷ്കിന്ധ ഇന്ന് ശൂന്യമായി. ഉദ്യാനാനീച ശൂന്യാനി പർവ്വതാകാരനാനിച, പൂങ്കാവുകളും പർവ്വതങ്ങളും കാരണങ്ങളും ഒക്കെ ശൂന്യങ്ങളായിട്ട് മാറി. വാനരശാർദൂലൻ വധിക്കപ്പെട്ടപ്പോൾ വാനരന്മാരെല്ലാം നിഷ്പ്രഭരായിട്ട് മാറി. ഇവന്റെ മഹാവിക്രമം കൊണ്ട് കാനനങ്ങളും വനങ്ങളും ഒക്കെ നിറയെ പൂത്തു നിൽക്കാറുണ്ട്. ഇനി ആര് അത് ചെയ്യും? മഹാത്മാവും മഹാഭാവുമായിരിക്കുന്ന ഗോലഭൻ എന്ന ഗന്ധർവനോട് ഇവൻ 15 വർഷം ഉഗ്രമായി പോരാടി. രാവും പകലുമില്ലാതെ ആ യുദ്ധം നടന്നു. പിന്നീട് 16-ാമത്തെ വർഷം ഗോലഭൻ വീഴ്ത്തപ്പെട്ടു. ആ ദുർവിനീതനെ കൊന്ന് ഞങ്ങൾക്കെല്ലാം ആശ്രയമരുളിയ ദംഷ്ട്രാകരാളനായിരിക്കുന്ന ബാലി വീഴ്ത്തപ്പെട്ടത് അങ്ങനെ. സിംഹമുള്ള കൊടുങ്കാട്ടില് പശുക്കളുടെ പതിയായിരിക്കുന്ന കാള കൊല്ലപ്പെടുമ്പോൾ പശുക്കള് എന്നതുപോലെ വാനരാധിപനായിരിക്കുന്ന ആ വീരൻ കൊല്ലപ്പെട്ടപ്പോൾ ഈ വാനരന്മാർക്കും സ്വസ്ഥത ഉണ്ടായില്ല. തതസ്തുതാരാഭസ്നാർണവാപ്ലുത മൃതസ്യ ഭർത്തുർവദനം സമീക്ഷിസ. മരിച്ച ഭർത്താവിന്റെ മുഖത്ത് നോക്കി അഴലാഴിയിൽ മുങ്ങിയ താര ബാലിയെ പുണർന്നുകൊണ്ട് ജഗാമഭൂമിം പരിരഭ്യപാലിനം മഹാദ്രുമം ചിഹ്നമിവാശ്വതാലത. വെട്ടിയിട്ട മാമരത്തെ ചുറ്റിയ വള്ളി എന്നതുപോലെ നിലത്തേക്ക് വീണു. അങ്ങനെ ബാലിയുടെ ശരീരത്തിൽ നിന്ന് ആ ജീവതേജസ് വേർപെടുന്നതാണ് ഈ സർഗത്തിലെ പ്രതിപാദ്യ വിഷയം. എല്ലാവർക്കും രാമാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവം ശ്രീരാമപാദാരവിന്ദാർപ്പണമസ്തു.